നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ TMR എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ലോകമെമ്പാടുമുള്ള ഫാമുകൾ പിന്തുടരുന്ന ഒരു രീതിയാണ് TMR എന്ന് പറയുന്നത്. കന്നുകാലികൾക്ക് സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്നതിന് പകരം ഒരു മീൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ആഹാരമാണ് TMR. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു കർഷകൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്, ഒപ്പം ഇത് സപ്ലൈ ചെയ്യുന്ന ഡോക്ടറിൻ്റെ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. TMR കൊടുക്കാൻ തുടങ്ങി. TMR കൊടുക്കാൻ 6 മാസമായി. പാലെന്ന് വെച്ചാൽ കറവയും ഇച്ചിരി കൂടി, പിന്നെ അല്ലെങ്കിൽ ഇപ്പോഴേക്ക് വെച്ച് കറവ നിർത്തേണ്ട സമയമൊക്കെ ഒരു നേരത്തെ കറവ നിർത്തേണ്ട സമയമായി. പക്ഷെ ഇപ്പൊ 2 നേരം തന്നെ കറക്കുന്നുണ്ട്. അല്ലെങ്കിൽ 2 നേരം തന്നെയല്ലേ? കാരണം ഇല്ല, ഈ ഇപ്പൊ പ്രസവിച്ചിട്ട് 10 മാസമായി, 4 മാസമൊക്കെ ചെനയായി. ഈ ഉണക്കിലാകുമ്പോൾ ഒരു നേരത്തെ കറവായിരുന്നു. കഴിഞ്ഞ ഈ സമയമൊന്നും കറവയില്ലായിരുന്നു. ഒരു നേരത്തെ കറവേ ഉള്ളൂ. എത്ര പശു ഉണ്ട് മൊത്തം? ഇപ്പൊ 3 പശു, കറവുള്ളത് 2 എണ്ണം, പിന്നെ ഒന്ന് കിടാരി ചെനുള്ളത്, പിന്നെ 2 കുട്ടികൾ കിടാരികൾ. ചേട്ടൻ തന്നെയാണ് നോക്കുന്നത്? അല്ല നോക്കുന്നത്. എനിക്ക് ഇത് വാങ്ങുന്നതിന് മുമ്പ് പണിക്കാൻ വന്ന് പുല്ല് വെട്ടുന്ന പൈസ ഇപ്പൊ ആകുന്നുള്ളൂ. ഈ CMR-നാകുന്നുള്ളൂ, കൂലിച്ചെലവേ ആകുന്നുള്ളൂ. നോക്കുമ്പോൾ TMR ലാഭമാണ്. നമുക്ക് സംഭവം തിരക്ക് ഇതുമില്ല, കാലിയൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഒരു പേടിയില്ല ഈ സാധനം കിട്ടാനുള്ളതുകൊണ്ട്. അതായത് ഇപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്കിത് എപ്പോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു ചാക്ക് മതി അല്ലേ? അപ്പൊ ഇല്ല, ഇപ്പൊ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. മറ്റേ തിരിയും കൊടുക്കുന്നുണ്ടല്ലോ. പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട്. പച്ചപ്പുല്ല് ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും പിന്നെ അതിന് ഇപ്പൊ 8 കെട്ട് പുല്ല് വെട്ടിയ സ്ഥലത്ത് ഇപ്പൊ ഒരു 5 കെട്ട് പുല്ലൊക്കെ വെട്ടണ്ടു. അപ്പോൾ 3 കെട്ടിന്റെ ലാഭം. തിരിന്റെ 3, അത് പകുതി മതി. ഈ 2ഉം കൂടി നോക്കുമ്പോ പിന്നെ കൂലിച്ചെലവ്, പുല്ല് വെട്ടേണ്ട കൂലിച്ചെലവ് നോക്കുമ്പോ പിന്നെ ഈ ഒരു തീറ്റയില് ലാഭം തന്നെയാണ്. പണിക്കാരെ വെക്കേണ്ട കാര്യമില്ല. പണിക്കാരെ വെക്കേണ്ട കാര്യമില്ല. പണിക്കാർക്ക് ഇപ്പൊ നമ്മളെ പുല്ല് പണിക്കാർ വെട്ടിക്കൊണ്ട് വന്നാലും അതിന് മാത്രമൊന്നും വെട്ടിക്കൊണ്ട് വരുമില്ല, ചെലവും കൂടുതൽ. ആ പൈസക്ക് TMR വാങ്ങിയാല് പാലും കൂടും, കാലിയൊക്കെ നല്ലൊരു ഉസാറാണ്. ഞാൻ എന്താ ഈ പശുവിനൊക്കെ ഒഴിവാക്കാൻ 2 എണ്ണത്തിനൊക്കെ ഈ ചെന കുത്തിവെക്കാണ്ട് ഒഴിവാക്കാൻ ഇരുന്നത് ഞാനാണ്. ഈ തീറ്റ കൊടുത്തിപ്പോ ഒരു 3 മാസം 2.5 മാസം ചെനയായി. ഇത് അത്രയ്ക്ക് ശേഷിയില്ലാണ്ടായിരുന്നു ഈ പശു. ഈ നമ്മൾ സാധാരണ ഈ വൈക്കോല് കൊടുക്കുമ്പോഴോ പച്ചപ്പുല്ല് കൊടുക്കുമ്പോഴോ ഉണ്ടാവുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ TMR കൊടുത്തതിന് ശേഷം, അതിന് ശേഷം ദഹനത്തിനോ വയറിനോ ചാണകത്തിനോ നല്ല ഉസാറായിട്ടാണ് വരുന്നത്. കുഴപ്പമില്ല, നല്ല രീതിക്കാണ്. തൊഴുത്ത് നാശമായി വൃത്തികേടാകുകയില്ല. ഇത് നനച്ച് ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഈ ചാണകം പെട്ടെന്ന് അലിഞ്ഞു പോകും. കുളിപ്പിക്കാനും നല്ലതാണ്. അസുഖങ്ങൾ ഈ അകിട് സംബന്ധമായും അല്ലാത്ത അസുഖങ്ങളൊക്കെ എല്ലാത്തിനും മാറ്റമുണ്ട്, കുറവാണ്. അതായത് ഒരു ആരോഗ്യമുള്ള പശു, ആരോഗ്യം വരികയാണ് പശുക്കൾക്ക്. TMR മാത്രമാണ്. TMR കൊടുക്കുമ്പോൾ TMR മാത്രം കൊടുക്കും, മറ്റൊന്നും അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഒന്നിച്ചാണ് കൊടുക്കുന്നത്. പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. പൊട്ടിച്ച് പിന്നെ കൊട്ടയിലിട്ടാലും മതി, തൊളിയിലിട്ടാലും മതി. വൈക്കോലിന് അത്ര മുൻതൂക്കം കൊടുക്കേണ്ട കാര്യമില്ല. പച്ചപ്പുല്ല് ഇല്ലെങ്കിൽ CMR കൂട്ടി കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. പച്ചപ്പുല്ല് കുറവാണെങ്കിൽ പച്ചപ്പുല്ലോ വൈക്കോലോ ആവശ്യമേ ഇല്ല. പക്ഷെ ഇത് കൂട്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ഇത് ഒരു മെച്ചെന്ന് വെച്ചാൽ 2 പശു പോറ്റേണ്ട അവർക്ക് 4 പശുവിനെ വളർത്താൻ. അപ്പൊ ഈ ഒരു തീറ്റയും കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇച്ചിരി പുല്ല് എന്തായാലും ഞങ്ങൾ നാട്ടിൻ പുറത്തുണ്ടല്ലോ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാഹുൽ രവി. മലബാർ മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷനിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വയനാട്ടിലെ മീനങ്ങാടി മിൽമയുടെ പഴയ ചില്ലിംഗ് പ്ലാന്റിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഫീഡ്, ഈ ട്രൂമീൽ TMR എന്ന് പറയുന്ന ഈ ഫീഡ് നമ്മൾ വയനാട് ജില്ലയിലേക്കും അതുപോലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു പുതിയ നൂതനമായ ഒരു ഫീഡാണ്. ഈ ഫീഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാലിത്തീറ്റ, പശുക്കൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ഫീഡ്
ഒരു കംപ്ലീറ്റ് ഫീഡായിട്ട് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നോർമലി നമ്മൾ കാലിത്തീറ്റയിൽ ചേർക്കുന്ന ചോളം, അതേപോലെ പിണ്ണാക്കുകൾ, തവിടുകൾ, അതുപോലെ ബൈപ്പാസ് ഫാറ്റ്, ഇങ്ങനെയുള്ള പല ചേരുവകളും അതിനോടൊപ്പം തന്നെ സൈലേജ്, പലതരം വൈക്കോലുകൾ, ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്ന ഒരു കംപ്ലീറ്റ് ഫീഡാണ് ഈ ട്രൂമിൽ TMR എന്ന് പറയുന്നത്. ഇത് ദേശീയ ക്ഷീരവികസന ബോർഡാണ് ആദ്യം ഈ മലബാർ മേഖലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മലബാർ മിൽമ വഴി ദേശീയ ക്ഷീരവികസന ബോർഡ് കഴിഞ്ഞ വർഷമുണ്ടായ വെള്ളപ്പൊക്കത്തിലൂടെ 500 മെട്രിക് ടണ്ണോളം ക്ഷീരസംഘങ്ങളിലൂടെ വിതരണം നടത്തുകയുണ്ടായി. ക്ഷീരസംഘങ്ങളുടെ ആവശ്യപ്രകാരം ഇപ്പോൾ MRDF ആണ് ഇപ്പോൾ ഈ പറയുന്ന തീറ്റ ഇവിടെ മലബാർ മേഖലയിലും അതേപോലെ തിരുവനന്തപുരം മേഖലയിലും വിതരണം ചെയ്യുന്നതിന് മിൽമയുടെ സബ്സിഡിയും ലഭ്യമാണ് കർഷകർക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തീറ്റ വളരെ ഈസി ആയിട്ട് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റയാണ്. എന്ന് വെച്ചാൽ വേറെ പുല്ല് വെട്ടാനോ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, ഈസിയാണ്. രണ്ടാമത് കുറച്ചും കൂടെ ദഹനം പശുക്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് തീറ്റകൾ, നാര് കുറവുള്ള കോൺസെൻട്രേറ്റ് തീറ്റകൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്ന കൂടുതൽ പാലുൽപാദനമുള്ള പശുക്കൾക്ക് കൂടുതലായിട്ട് കാലിത്തീറ്റ കൊടുക്കുമ്പോൾ പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സബ് അക്യൂട്ട് റൂമിനൽ അസിഡോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ദഹനക്കേടാണ്, ഈ ചെറിയ തോതിലുള്ള ദഹനക്കേട്. അത് കാരണം കൊണ്ട് തന്നെ ചാണകം ലൂസായിട്ട് പോവുക, പാലിൻ്റെ ക്വാളിറ്റി കുറയുക, പശുക്കൾക്ക് കൂടുതൽ കിതപ്പുണ്ടാവുക, അതേപോലെ തന്നെ ധാതുക്കളുടെ നഷ്ടമുണ്ടാവുക, ചന പിടിക്കാനുള്ള സാധ്യത കുറയുക, മറ്റ് രോഗങ്ങൾ വരാനുള്ള സാഹചര്യം ഉണ്ടാവുക. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഈ ഓവർ ഫീഡിങ് കാരണം, ഓവർ കോൺസെൻട്രേറ്റ് ഫീഡിങ് കാരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു TMR തീറ്റ കൊടുക്കുന്ന പശുക്കളിൽ അത് വളരെയധികം കുറവായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ പശുക്കൾക്കുണ്ടാകുന്ന കിതപ്പ്, ഈ ചാണകം ലൂസായിട്ട് പോകുന്ന വിഷയങ്ങൾ, ചന പിടിക്കാത്ത വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈസി ആയിട്ട് ഫീഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമുക്ക് സബ്സിഡി റേറ്റിൽ ഇവിടെ ലഭ്യമായതുകൊണ്ട് തന്നെ കർഷകർക്ക് അത് മുതലാവുന്നുണ്ട്. ഇവിടെ വയനാട് ജില്ലയിലൊക്കെ നമ്മൾ നേരിട്ട് ക്ഷീരസംഘങ്ങൾ മുഖേന ഫാമുകളിലേക്ക് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകർക്ക് പറയുന്ന സമയത്ത് തന്നെ ഇത് ലഭ്യമാവുകയും സബ്സിഡി ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡോക്ടറെ, ഒരു മീൽ റീപ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കത് പറയാൻ പറ്റുമോ? സാധാരണ കർഷകർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പലപ്പോഴും ഈ പുല്ല്, വൈക്കോലും എല്ലാം സംഘടിപ്പിച്ചും പലയിടത്തുനിന്നും പുറത്തുനിന്നൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു മീൽ റീപ്ലേസ്മെൻറ്റ്, നിലവിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന് പകരമായിട്ട് നമുക്ക് TMR മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് അതൊരു ഗുണകരമായ കാര്യമാണോ? അത് നമ്മൾ ഇപ്പോൾ പല കർഷകർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇത് ഈ TMR മാത്രം കൊടുത്താൽ അതിന് വയർ നിറയുമോ, അല്ലെങ്കിൽ ഇത് മാത്രം കൊടുത്താൽ മുതലാവുമോ എന്നുള്ള സംശയങ്ങൾ പല കർഷകർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ശാസ്ത്രീയത എന്ന് പറയുന്നത് ഒരു പശുവിന് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന തീറ്റയുടെ അളവാണ്. അത് ഒരു ഡ്രൈ മാറ്റർ ബേസിസ് എന്ന് പറയും. നമ്മുടെ തീറ്റയിലുള്ള ഈ മോയ്സ്ചർ അഥവാ ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് നീക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടോ അതിനാണ് ഒരു തീറ്റയിലെ ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത്. ഒരു പശുവിന് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന ഡ്രൈ മാറ്ററിന് ശാസ്ത്രീയമായ അളവുണ്ട്. അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 2.5 മുതൽ 3% വരെയാണ് ഒരു പശുവിന് കഴിക്കാൻ പറ്റുന്ന ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത് ഒരു ദിവസം. അപ്പോൾ നമ്മൾ ഒരു 400 കിലോ ഭാരമുള്ള വലിയൊരു പശുവിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 3% കണക്ക് കൂട്ടുക. 3%, 400ൻ്റെ 3% എന്ന് പറഞ്ഞാൽ 12 കിലോ ആണ് ഒരു ദിവസം ഒരു പശുവിന് കഴിക്കാൻ പറ്റുന്ന ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ TMR എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 ലിറ്റർ പാലുള്ള ഒരു പശുവാണെങ്കിൽ നമ്മൾ TMR അതിന് കൊടുക്കണം പറയുന്ന നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അളവെന്ന് പറയുന്നത് 1 ലിറ്റർ പാലിന് 1 കിലോ ആണ്. 1 ലിറ്റർ പാലിന് 1 കിലോ കൊടുക്കുന്ന ഒരു പശുവാണെന്നുണ്ടെങ്കിൽ 20 കിലോ TMR ആണ് ഒരു ദിവസം കൊടുക്കേണ്ടത് 2 നേരമായിട്ട്. നമ്മൾ ഈ ഒരു ചാക്കിൽ എത്ര കിലോ ആണ്? ഒരു ചാക്കിൽ 25 കിലോ ആണ് വരുന്നത്. 25 കിലോ. അപ്പം 20 ലിറ്റർ പാലുള്ള ഒരു പശുവിന് നമ്മൾ 20 കിലോ TMR കൊടുക്കുമ്പോൾ അതിൻ്റെ അതിൽ ഇപ്പോൾ ഇതിനകത്തിലെ ഡ്രൈ മാറ്റർ എന്ന് പറഞ്ഞാൽ 55% ഈ ഒരു ഫീഡിനകത്തിലെ ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത്. അപ്പം ഏകദേശം അതിന് വേണ്ട ആ ഡ്രൈ മാറ്റർ റിക്വയർമെൻറ്റ് പശുവിന് കിട്ടുകയും പശുവിന് വയർ നിറയുകയും ചെയ്യും. അത് പാലിന് ആവശ്യമുള്ള പോഷകങ്ങളും കിട്ടും, വയറും നിറയും. നമുക്ക് ഈസി ആയിട്ട് പുല്ല് വേറെ വെട്ടാനോ വൈക്കോല് വേറെ എടുക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല, ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇത് മുതലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് കൂടുതലുള്ള പശുക്കൾ ആയിരിക്കണം, എന്നാലേ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ പരമാവധി ഉണ്ടെങ്കിൽ പരമാവധി പ്രൊഡക്ഷനുള്ള ആനിമൽസിനാണ് ഇത് നല്ലോണം റിസൾട്ട് ഉണ്ടാവുക. പ്ലസ് നമുക്കൊരു ചലഞ്ച് ഫീഡിങ് പോലെ ചെയ്യാം. ചലഞ്ച് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പശുവിനെ ചിലപ്പോൾ 20 ലിറ്റർ പാലേ ഇപ്പോൾ കിട്ടുന്നുണ്ടാവുള്ളൂ. ഒരുപക്ഷെ അതിന് 30 ലിറ്ററോ 35 ലിറ്ററോ കപ്പാസിറ്റി ഉള്ള ഒരു പശുവായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് നോർമൽ ഒരു ഫീഡിങ് ഷെഡ്യൂൾ കൊണ്ട് നമുക്ക് ആ 35 ലിറ്ററിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കാരണം കാലിത്തീറ്റയുടെയോ അതുപോലെയുള്ള സാധനങ്ങളുടെ അളവ് കൂട്ടുന്തോറും ദഹനക്കേട് വരാനുള്ള സാഹചര്യമാണ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് TMR പക്ഷേ ആ ഒരു പ്രോബ്ലം ഇല്ല. TMR നമുക്ക് പാല് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവും കൂട്ടി കൊടുക്കാം, പശുക്കൾക്ക് കൂടുതൽ പാല് കിട്ടുകയും ചെയ്യും. അതുപോലെ ഡോക്ടർ, കർഷകർക്ക് ഇത് നല്ല വിശ്വാസയോഗ്യമാണോ? ഒരുപാട് ആളുകൾ ഇത് ഒരുപാട് ഫാമുകാർ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് മാറി വന്നിട്ടുണ്ട്. ആവറേജ് ഒരു 50 മുതൽ 80 ലിറ്റർ വരെ പാൽപ്പാദനം കൂടിയ ഫാമുകളുണ്ട് പ്രതിദിനം.
എന്നുവെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് മാറിയിട്ടുണ്ട്. പ്ലസ് അവർക്ക് ഓൾറെഡി പുൽകൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് അവർ അഡീഷണൽ ആയിട്ട് പുല്ലും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ വേറെ തീറ്റകളൊന്നും കൊടുക്കാതെ TMR മാത്രമാണ് അങ്ങനെ കൊടുക്കുന്ന ഫാമുകളാണ് കൂടുതലുള്ളത്. ചെറുകിട കർഷകക്കാർ മുതൽ വലിയ ഫാം നടത്തുന്നവർക്ക് വരെ ചെയ്യാം. TMR കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ പശുവിന് പാലുള്ള ഒരു 10 ലിറ്ററിന് താഴേക്ക് പാലുള്ള പശുക്കൾക്ക് നമ്മൾ TMR കൊടുത്തത് ചിലപ്പോൾ മുതലാകണമെന്നില്ല. അതെ. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ TMR കാലിത്തീറ്റ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര നാൾ നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും? അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്? കീപ്പിംഗ് ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ ഈ TMR എന്ന് പറയുന്നത് ഒരു അനേറോബിക് കണ്ടീഷനിലുള്ള ഒരു തീറ്റ. അനേറോബിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കിടക്കാത്ത രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു തീറ്റയാണ്. ഇതിൽ ചെറിയ നനവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഡ്രൈ മാറ്റർ 55%. അപ്പോൾ 45% ഈർപ്പമുള്ള ഒരു തീറ്റയാണ് ഈ TMR. അപ്പോൾ ഈ TMRൻ്റെ ചാക്ക് കണ്ടാൽ അറിയാം, ഇതിൻ്റെ അതിൽ എയർ കിടക്കത്തില്ല. ഒരു കാരണവശാലും ഇതിൽ എയർ കിടക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ. സാധാരണ ഒരു കാലിത്തീറ്റ കൈകാര്യം ചെയ്യുന്ന പോലെ ഒരു കാരണവശാലും TMRൻ്റെ ചാക്കുകൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനിലും ഇത് ഇറക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ചാക്ക് ഇറക്കാൻ. നേരെ താഴേക്ക് എറിയുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ജോയിൻറ്റിൽ, ഇതിൻ്റെ ഈ ജോയിൻറ്റ് ഭാഗങ്ങളിലൊന്നും പിടിച്ച് വലിക്കാൻ പാടില്ല. ഇവിടെയൊക്കെ ഹോൾസ് വീഴുന്നുണ്ടോ, ഇത് വലിച്ചിട്ട് ഇത് ചെറിയ ഹോൾ കാണാം. അപ്പോൾ ഈ ചാക്ക് എടുത്ത് വെച്ചത്. അപ്പോൾ ഈ ഹോളിൻ്റെ അകത്തിൽ കൂടെ എയർ കിടന്നിട്ട് ഇത് പൂപ്പിൽ വരാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈച്ച കിടന്നിട്ട് മുട്ടയിട്ടിട്ട് അത് പുഴുവാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ സൈലേജ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇതും. സൈലേജിൻ്റെ അതിൽ എയർ കിടന്നു കഴിഞ്ഞാൽ പൂപ്പിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് പൂപ്പിൽ വരാൻ സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് ചാക്ക് നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ചാക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് ഉപയോഗിച്ച് കഴിക്കണം, സൂക്ഷിച്ച് വയ്ക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇതിനകത്തിൽ പൂപ്പൽ വന്നാലും പൂപ്പൽ വിഷബാധ വരാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം ഇതിൽ നല്ല കറക്റ്റായിട്ട് ടോക്സിൻ ബൈൻഡർ ചേർക്കുന്നത് കൊണ്ട് അഫ്ലാടോക്സിൻ വരാനുള്ള സാഹചര്യം കുറവാണ്. ഡോക്ടർ, ഒരു കർഷകനെ സംബന്ധിച്ച് ആ കർഷകൻ 24 മണിക്കൂറും എപ്പോഴും ഈ ഡയറി ഫാമിംഗ് നടത്തുന്നവരെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ TMR അവരുടെ സമയം ലാഭിക്കാൻ ഉപകാരമാവുന്നുണ്ടോ? അത് വളരെയധികം പല കർഷകരും അഭിപ്രായപ്പെട്ടുള്ള കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ പനമരത്തൊക്കെയുള്ള ഒരു കർഷക അഭിപ്രായപ്പെട്ടത് അവരുടെ സമയം രാവിലെ ഒരു 3 മണിക്ക് തൊഴുത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 10 മണി വരെയാണ് അവരുടെ ടൈം. ഏകദേശം 10 പശുക്കളുള്ളൊരു കർഷകയാണ്. അപ്പോൾ അവർക്കത് 7 മണി ആകുമ്പോഴത്തേക്ക് അവിടെ വർക്ക് കംപ്ലീറ്റ് കഴിയുമെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പുല്ല് വെട്ടാൻ പോകണ്ട, പുല്ല് ചാഫ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഫീഡിങ് ടൈം വളരെയധികം കുറയ്ക്കാൻ പറ്റും. വേറെ വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ട, വെള്ളത്തിൽ കലക്കേണ്ട. ഇത് നേരിട്ട് ചാക്ക് പൊട്ടിച്ച് പശുവിന് ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമേ വരുന്നുള്ളൂ. പിന്നെ വേസ്റ്റേജ് വളരെ കുറവാണ്. നമ്മളിപ്പോൾ പുല്ല് ചാഫ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് മൂത്തതാണെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആക്കും. ഇതിനകത്തിലെ സൈലേജ് എന്ന് പറഞ്ഞാൽ മിനിമം 60 ദിവസം അത് റൈപ്പൺ ചെയ്തിട്ടുള്ള സൈലേജാണ് ഇതിൻ്റെ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സൈലേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പശുക്കൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും, പാലുൽപാദനം മെച്ചപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നാര് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന പാലിലുണ്ടാകുന്ന കൊഴുപ്പ് കുറവ്, അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആവും. അതുകൊണ്ട് നാര് കൂടുതൽ പശുക്കൾ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പാലിൻ്റെ ഫാറ്റ് കൂടുകയും പാലിന് കൂടുതൽ വില കിട്ടുകയും ചെയ്യും. സാധാരണ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ കാലിത്തീറ്റ വേറെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാലിത്തീറ്റ വേണ്ട എന്നാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ പാല് കൂട്ടാൻ വേണ്ടി കാലിത്തീറ്റ കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടല്ലോ, ചിലരങ്ങനെ കൊടുക്കുന്നത് അങ്ങനെയുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ശരി? നമ്മൾ കാലിത്തീറ്റ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടഡ് കാറ്റിൽ ഫീഡ് എന്ന് പറയുന്ന കാലിത്തീറ്റയിലുള്ള ചേരുവകളെല്ലാം ഈ TMR തീറ്റയിലും ചേർക്കുന്നുണ്ട്. അഡീഷണലായിട്ട് ഇതിനകത്ത് സൈലേജും വൈക്കോലുമാണ് മിക്സ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് ഫീഡാണ്. നമ്മൾ കാലിത്തീറ്റയും പുല്ലും വൈക്കോലും കൂടെ മിക്സ് ചെയ്താൽ അത് TMR ആയി. പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് നല്ല ക്വാളിറ്റി സൈലേജിനൊപ്പം മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഈ TMRന് അത്ര നല്ല റിസൾട്ട് കിട്ടുന്നത്. കാലിത്തീറ്റ വാങ്ങണമെന്നില്ല. അപ്പോൾ കാലിത്തീറ്റ വാങ്ങണമെന്നില്ല. നമ്മൾ 1 ലിറ്റർ പാലിന് 1 കിലോ വെച്ചിട്ട് TMR കൊടുക്കുകയാണെങ്കിൽ ഒരു 20 ലിറ്ററിന് മുകളിലേക്ക് പാലുൽപാദനമുള്ള പശുക്കൾക്ക് TMR മാത്രം കൊടുത്താൽ മതി. പക്ഷേ നമ്മളൊരു 15 ലിറ്റർ പാലുൽപാദനമുള്ള ഒരു പശുവാണെന്ന് വിചാരിക്കുക, അതിന് നമുക്ക് TMR മാത്രം കൊടുക്കാം. പക്ഷേ അഡീഷണലായിട്ട് പുല്ലോ വൈക്കോലോ കൊടുത്താലേ അതിന് വയറ് നിറയുള്ളൂ. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എത്ര ലിറ്റർ വെള്ളം വേണ്ടി ഒരു പശുവിന് സാധാരണ ഒരു ദിവസം? എത്ര ലിറ്റർ? സാധാരണ അതിന് പാലുൽപാദനവും അതിൻ്റെ സ്റ്റേജ് ഓഫ് ഉൽപാദനം അല്ലെങ്കിൽ അതിൻ്റെ ഗർഭാവസ്ഥ അനുസരിച്ചിട്ടാണ് ഒരു പശുവിന് അതിൻ്റെ വെള്ളം വെള്ളം അതിൻ്റെ തൂക്കം ഒക്കെ നോക്കിയിട്ടാണ് വെള്ളം വരുന്നത്. എങ്ങനെ പോയാലും നല്ല പാലുൽപാദനമുള്ള ഒരു പശുവിന് 100 മുതൽ 150 ലിറ്റർ വരെയെങ്കിലും ഒരു ദിവസം വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ TMRും വെള്ളവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. പക്ഷേ TMR ഉള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതിൽ ട്രേസ് മിനറൽസ് നമ്മൾ ചേർക്കുന്നില്ല. ട്രേസ് മിനറൽസ് മീൻസ് നമ്മൾ സൂക്ഷ്മധാതുക്കൾ എന്ന് പറയും. കോപ്പർ, സിങ്ക്, സെലനിയം അങ്ങനെയുള്ള സൂക്ഷ്മധാതുക്കൾ പശുക്കൾക്ക് ചന പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ്. അപ്പോൾ ആ
സൂക്ഷ്മധാതുക്കൾ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും നല്ല മിനറൽ മിക്സ്ചർ ഒരു ടേബിൾ സ്പൂൺ പശുക്കൾക്ക് അഡീഷണലായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഈ TMR കൊടുക്കുമ്പോൾ. വേറെ ഒരു സാധനത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളിത് കാടിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത്, അതോ സാധാരണ പൊട്ടിച്ചിട്ട് അങ്ങനെ കൊടുത്താൽ മതി? ഈ നമ്മൾ TMR തീറ്റ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പശുവിന് കൊടുക്കേണ്ട ഒരു തീറ്റയാണ്. ഒരു കാരണവശാലും വെള്ളത്തിൽ മിക്സ് ചെയ്യുകയോ വേറെ കഞ്ഞി വെള്ളത്തിലോ കാടിവെള്ളത്തിലോ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നേരെ ചാക്ക് പൊട്ടിച്ച് പുൽത്തട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ദഹനം മെച്ചപ്പെടുത്താൻ, അതുപോലെ അകിടുവീക്കം പോലുള്ള സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണല്ലോ അകിടുവീക്കം. അപ്പോൾ അത്തരം അസുഖങ്ങൾ കുറയ്ക്കാനൊക്കെ TMR ഗുണകരമാണോ, അതോ സാധാരണ ഒരു മീൽ, ഒരു ഭക്ഷണം എന്നതിനപ്പുറത്തേക്ക് അഡീഷണൽ ആയ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ കർഷകനെ സംബന്ധിച്ച്? നമ്മൾ ഒരു പശുവിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പശുവിന് ഏറ്റവും കൂടുതൽ രോഗം വരാൻ സാഹചര്യമുള്ള സമയം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മിക്കവാറും ഈ പ്രസവാനന്തരമാണ്. പ്രസവത്തിന് ശേഷമാണ് പശുക്കൾക്കും പ്രധാനമായിട്ടും ഉപാപചയമായിട്ടുള്ള മെറ്റാബോളിക് ഡിസീസ് എന്ന് പറയും, അങ്ങനെയുള്ള രോഗങ്ങൾ വരും. അകിടുവീക്കം വരാനുള്ള സാഹചര്യമൊക്കെ ഈ പ്രസവത്തിന് ശേഷമാണ്. അതേപോലെ തന്നെ തൈലേറിയ പോലെയുള്ള രോഗങ്ങളൊക്കെ ഈ ഒരു സ്ട്രെസ്സ് കൂടുതൽ വരാൻ സാഹചര്യമുള്ള സമയത്താണ് വരുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശു എന്ന് പറഞ്ഞാൽ വിദേശ സങ്കരയിനം പശുക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ വിദേശ പശുക്കൾക്ക് നമ്മുടെ കാലാവസ്ഥ, പ്രത്യേകിച്ച് ഈർപ്പം കൂടിയ ഹൈ ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള ഈ കാലാവസ്ഥ അനുയോജ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാലാവസ്ഥയിൽ നിൽക്കുന്ന പശുക്കൾ ഓൾറെഡി വളരെയധികം സ്ട്രെസ്സിലായിരിക്കും നിൽക്കുന്നത്. നമുക്ക് തണുപ്പ് സമയത്ത് വലിയ കുഴപ്പമില്ല, പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ അത്ര വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സാഹചര്യം ചൂടുകാലം വരാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടാണ് ഈ പശുക്കൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ടമാനം പശുവിൻ്റെ കിതപ്പ് കൂടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ദഹനം പ്രോപ്പർ അല്ലാത്ത രീതിയിലാണ് ഇതിനെ മാനേജ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ അസുഖങ്ങൾ പെട്ടെന്ന് വരും. അകിടുവീക്കം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അകിടുവീക്കത്തിൻ്റെ രോഗാണുക്കൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രോഗം ഉണ്ടാക്കുന്നതിന് രോഗപ്രതിരോധ ശേഷിയാണ് പശുവിന് വേണ്ടത്. അപ്പോൾ സ്ട്രെസ്സിൽ നിൽക്കുന്ന പശുക്കൾക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരും. അപ്പോൾ നമ്മളതിനെ എത്ര വൃത്തിയിൽ വളർത്തിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള സാഹചര്യം ഈ പറയുന്ന കാലാവസ്ഥയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിതപ്പ് കൂടുതൽ വരുന്ന പശുക്കൾക്കാണ് രോഗങ്ങൾ പെട്ടെന്ന് വരിക. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ സോൾവ് ആക്കാൻ പറ്റും. ദഹനക്കേട് വരുന്നതുകൊണ്ട് ഉണ്ടാകാവുന്ന സെക്കൻഡറി ആയിട്ട് വരാവുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് തൈലേറിയ പോലുള്ള രോഗങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രെസ്സ് കുറച്ചുകൊണ്ട് നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും. അതേപോലെ മാനന്തവാടി ഏരിയയിൽ കർഷകരുമായിട്ടുള്ള സംവാദത്തിനിടയിൽ കർഷകർ തന്നെ അനുഭവം പറഞ്ഞിട്ടുണ്ട്, ഈ രോഗങ്ങൾ കണ്ടമാനം കുറവാണെന്നുള്ളൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് ഡോക്ടർ, പാലിൻ്റെ ഗുണമേന്മ പലപ്പോഴും നിശ്ചയിക്കുന്നത് ഒരു കൊഴുപ്പിൻ്റെ അളവിനനുസരിച്ചിട്ടാണ്. TMR കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവാറുണ്ട്. എന്താണ് ഡോക്ടറിൻ്റെ അഭിപ്രായം? നോർമലി പശുക്കളിൽ പാലിൽ കൊഴുപ്പ് കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തീറ്റയിൽ നാരിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ TMR തീറ്റ കൊടുക്കുന്ന പശുക്കൾക്ക് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നല്ലോണം പാലിൻ്റെ കൊഴുപ്പും അതുപോലെ SNF കൂടി വരുന്നതായിട്ടാണ്. അപ്പോൾ പാലിന് വില നല്ല വ്യത്യാസം വരുന്നുള്ള പല കർഷകരും അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദഹനം കറക്റ്റാകുന്ന പശുക്കളുടെ പാലാണ് നല്ല ക്വാളിറ്റിയിൽ കിട്ടുക. അപ്പോൾ ഈ TMR കൊടുക്കുമ്പോൾ ഇതിൻ്റെ ദഹനം പ്രോപ്പർ ആവുകയും പശുവിൻ്റെ റൂമൻ, വയറിൻ്റെ ഉള്ളിലെ ആവാസ വ്യവസ്ഥ, റൂമൻ ഹെൽത്ത് കറക്റ്റായിട്ട് വരികയും പശുവിൻ്റെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും പാലിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ഫാറ്റ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുകയാണ് ഈ പറയുന്ന TMR കൊടുക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് കന്നുകാലികളുടെ ആരോഗ്യം മെച്ചപ്പെടും, ഒപ്പം പാലിൻ്റെ ഗുണമേന്മ അതിനനുസരിച്ച് മെച്ചപ്പെടും.